ഒരു കുളം ഇതിൻ്റെ പ്രത്യേകം ഒരിക്കലും പറ്റാറില്ല. എത്ര കടുത്ത വേനലിൽ പോലും ഇവിടെ വെള്ളം ഉണ്ടാവും. ഏത് നട്ടുച്ചയ്ക്ക് വന്നാലും നല്ല തണുത്ത നല്ല ശരീരത്ത് നമുക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിൽ പോലും ആ ക്ഷീണം മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാറ്റ്, അത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനോഹരമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ അത്യാവശ്യം ഏറ്റവും നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ശിവക്ഷേത്രം. ഇതിൻ്റെ ചുറ്റും ഒരു 90% കൊല്ലം ജില്ലയുടെ ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഒരു ഇണ്ടളയപ്പൻപാറ. ഇണ്ടളയപ്പൻപാറ എന്നാണ് അറിയപ്പെടുന്നത്. ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ, അജാസ് സൈനുദ്ദീനാണ്. ഇന്ന് പ്രേക്ഷകരായ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ പകുതിപ്പാറ എന്നൊരു സ്ഥലത്താണ്. ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഈ ഒരു പാറയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് കൊട്ടാരക്കര കാണാൻ പറ്റും, സൈഡിൽ കുണ്ട്ര കാണാൻ പറ്റും, ഒരു സൈഡിൽ നിന്ന് കൊല്ലം കാണാൻ പറ്റും. അങ്ങനെ നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം. ധാരാളം ആളുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വരാറുണ്ട്. നല്ല വ്യൂ ആയിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ്. കണ്ടോ, ഈ ഒരു ശിവന്റെ പ്രതിമയും ആ ഒരു ശിവന്റെ പ്രതിമയുടെ അടുത്തായിട്ടുള്ള ഒരു കുളവും നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ടോ, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ ഒരു ക്ഷേത്രത്തിലോട്ടുള്ള പോകുന്ന വഴിയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി കാഴ്ചകൾ കാണാം. ഇത് വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പുത്തൂര് വഴി കയറി വരുമ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. നല്ല അടിപൊളി ഒരു ആല്, തണല് വിരിച്ച് നിൽക്കുന്ന ഒരു ആലാണ് നമുക്ക് കാണാൻ കഴിയുക. കണ്ടോ, വളർന്ന അടിപൊളിയായിട്ടാണ് ഈ ഒരു ആല് നിൽക്കുന്നത്. അതുകൂടാതെ ഭദ്രദേവിയുടെ ഒരു ഇതും നമുക്ക് കാണാൻ കഴിയും. നാഗയക്ഷി, നാഗരാജാവ് വരെ എല്ലാ ഒരു പ്രതിമകളും നമുക്കിവിടെ കാണാൻ പറ്റും. അടിപൊളി ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ്. ചെറിയ ഒരു കാള പ്രതിമയും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ലൊരു കാഴ്ചയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണാൻ കഴിയുക. ഇവിടെ വരുമ്പോൾ രാവിലെയോ അതേപോലെ വൈകുന്നേരവും ഒക്കെ വരുമ്പോഴാണ് ഭംഗിയേറിയ മഞ്ഞ് കോടയൊക്കെ കയറി നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു പാറയുടെ മുകളിൽ വരുമ്പോഴത്തേന് ഈ ഒരു സൈഡ് കൊല്ലവും, ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ ഒരു സൈഡ് കുണ്ടറയും, ഈ ഒരു സൈഡ് കൊട്ടാരക്കര ജംഗ്ഷനുമാണ് നമുക്ക് കാണാൻ പറ്റും. കൊട്ടാരക്കര നല്ല ഹൈറ്റിലാണ് ഈ ഒരു പാറയുടെ മുകളിൽ നമ്മൾ നിൽക്കുന്നത്. ധാരാളം വന്യമൃഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലേസ് കൂടിയാണ് ഈ ഒരു പ്ലേസ്. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ശിവന്റെ പ്രതിമയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അതുകൂടാതെ ഇവിടെ ഒരിക്കലും പറ്റാത്തൊരു ഇതുകൊണ്ട് വെള്ളം കണ്ടോ, ഒരിക്കലും ഈ ഒരു ശിവന്റെ പ്രതിമയുടെ അടുത്തുള്ളൊരു ചെറിയ കുളം പോലാണ് ഇവിടെ ഇങ്ങനെ കണ്ടോ, വെള്ളം ഒരിക്കലും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി ഒരു ശിവന്റെ പ്രതിമയാണ്. നല്ല ക്ലൈമറ്റാണ് ഇവിടെ ഒരു ഭാഗത്ത്. അതുപോലെ കണ്ട് ഇവിടെ ഒരാളുണ്ട്. ഇളയപ്പൻ ക്ഷേത്രത്തിലെ കാളയാണ് ഈ കാണുന്നത്. 2 കയറിലൊക്കെ ആയിട്ടാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. അത് ആ കൊമ്പ് തന്നെയാണ് കാണാനൊരു രസം. നമുക്ക് വേണ്ട, നല്ല ഭംഗിയുള്ളൊരു കാളയാണ്. കൊമ്പൊക്കെ കറക്കി എറിയുക. ചേട്ടാ, നമസ്കാരമുണ്ട്. പേരെന്തുവായിരുന്നു? പേര് ഹരി എന്നാണ്. ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? നമുക്ക് ഇതിൻ്റെ ഒരുപാട് അറിവില്ലെങ്കിൽ പോലും ഇത് സ്ഥലത്തിൻ്റെ പേര് പകുതിപ്പാറ എന്നാണ്. പകുതിപ്പാറ ശ്രീ ഇണ്ടളയപ്പ ക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് വളരെയധികം ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഈ ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഹൈറ്റിലാണ് ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ അത്യാവശ്യം ഏറ്റവും നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ശിവക്ഷേത്രം. ഇതിൻ്റെ ചുറ്റും ഒരു 90% കൊല്ലം ജില്ലയുടെ ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഒരു
ഇണ്ടളയപ്പം പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കലും പറ്റാത്തൊരു ആ ഒരു ഇതുണ്ട്, ഒരു കുളം. ഇതിന്റെ പ്രത്യേകം ഒരിക്കലും പറ്റാറില്ല. എത്ര കടുത്ത വേനലിൽ പോലും ഇവിടെ വെള്ളം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ചാല് കൂടെ അതിന്റെ സൈഡിലുണ്ട്. കൊച്ചു ജീവികളൊക്കെ അതിനകത്തുണ്ട്, തവളയും കാര്യങ്ങളൊക്കെ. എത്ര വേനലായാലും ഈ വെള്ളം ഇവിടെ ഉണ്ടാവും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മാസത്തിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വരേണ്ടവർ എപ്പോഴൊക്കെയാ വരണ്ടേ? തീർച്ചയായിട്ടും 2 സമയം തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ നിങ്ങൾ രാവിലെ വരിക, സന്ദർശിക്കാനായിട്ടാണെങ്കിലും ക്ഷേത്രത്തിൽ വരാനാണെങ്കിലും ഒന്നുകിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച ശേഷം ക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴുത് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരാനുള്ള വഴി എങ്ങനെയാ, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞത്? കൊല്ലം സൈഡിൽ നിന്ന് വരുന്നവർക്ക് മാറനാട് ചീരങ്കാവ് വഴി വന്ന് മാറനാട് കൂടെ കിഴക്കേ മാറനാട് കൂടി വന്നിട്ട് ഇണ്ടളയപ്പ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി കൊട്ടാരക്കര വഴി വരുന്നവർക്കാണെങ്കിൽ പുല്ലാമല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയിട്ട് നെടുവത്തൂർ വഴി പുല്ലാമല എത്തിയിട്ട് നേരെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കും. വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ക്ഷേത്ര മുറ്റത്ത് തന്നെ വണ്ടി വരുന്നതുകൊണ്ട് എല്ലാ വണ്ടിയും വരുമല്ലോ, എല്ലാ വണ്ടിയും വരും. അതുകൊണ്ട് വണ്ടിയുടെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.